പെട്ടെന്ന് ഒരു കാരണമില്ലാതെ നിങ്ങളുടെ ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ തന്നെ 100-150 തവണയ്ക്ക് ഇടിക്കാൻ തുടങ്ങാറുണ്ടോ? ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതുപോലുള്ള ഹൃദയമിടിപ്പ് കൂടുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന വല്ല ട്രിക്കുകളുണ്ടോ? ഹൃദയമിടിപ്പൊക്കെ കൂടി ആ സമയത്ത് വല്ലാത്തൊരു പരവേശം, ശ്വാസം കിട്ടാത്തൊരവസ്ഥ നിങ്ങളിൽ ആർക്കെങ്കിലും വരാറുണ്ടോ? ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ കഴുത്തിലെ ഒരു പ്രത്യേക ഭാഗത്ത് പതുക്കെ തടവുന്നത് വഴി ഹൃദയമിടിപ്പിനെ നമുക്ക് സ്വയം എങ്ങനെ കൺട്രോളിലാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കൊരു എമർജൻസി വരുന്ന സമയത്ത് സ്വയം ചെയ്യാവുന്ന ഈ ട്രിക്ക് പഠിക്കുന്നതിലൂടെ നമ്മുടെ ടെൻഷൻ ഒഴിവാക്കാനും ഹൃദയത്തെ ശാന്തമാക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ കഴുത്തിന്റെ രണ്ട് വശത്തും ഹൃദയത്തിലേക്ക് സന്ദേശം അയക്കുന്ന രണ്ട് സ്വിച്ച് ബോർഡുകളുണ്ട്. ഇതിനെയാണ് കരോട്ടിഡ് സൈനസ് എന്ന് പറയാം. നമ്മളൊരു ലൈറ്റിന്റെ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആവുന്ന പോലെ കഴുത്തിലെ ഈ ഭാഗത്ത് നമ്മൾ അമർത്തുമ്പോൾ ഹൃദയത്തിന് മിടിപ്പ് കുറക്കാനുള്ള ഒരു സന്ദേശം പോവാണ്. ചില ആളുകളുടെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ അസുഖത്തിന്റെ ഭാഗമായിട്ട് ഹൃദയത്തിലെ കറണ്ട് ഒരു പ്രത്യേക രീതിയിൽ കറങ്ങാൻ തുടങ്ങും. ആ സമയത്താണ് ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുന്നത്. ഇതിനെ ഡോക്ടർമാർ SVT എന്ന് പറയും. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകുന്ന ഒരു നാഡിയുണ്ട്, വാഗസ് നെർവ് എന്നതിന് പറയാം. ഈ നാഡിയെ അതല്ലെങ്കിൽ ഈ കറണ്ടിന്റെ വയറിനെ നമ്മളൊന്ന് ഉണർത്തണം. നമ്മൾ ഫോണൊക്കെ ഹാങ് ആവുകയാണെങ്കിൽ അതൊന്ന് റീസെറ്റ് ചെയ്യാൻ നോക്കാറില്ല. അതുപോലെയാണ് ഈ നാഡിയെ ഒന്ന് അമർത്തുന്നത്. അതിനാണ് കരോട്ടിഡ് സൈനസ് മസാജ് ചെയ്യുന്നത്. കഴുത്തിന്റെ ഈ ഒരു പ്രത്യേക ഭാഗത്ത് പതുക്കെ തടവുമ്പോൾ നമ്മുടെ ശരീരം തെറ്റിദ്ധരിക്കുക BP കൂടിയിട്ടുണ്ടെന്നാണ്. ഉടനെ തന്നെ ശരീരം ഹൃദയമിടിപ്പ് കുറക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് വിടുകയാണ്. വേഗത്തിൽ പോകുന്ന ഒരു സൈക്കിൾ സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട് സൈക്കിളിന്റെ ബ്രേക്ക് നമ്മൾ ചവിട്ടുന്ന പോലുള്ള ഒരു അവസ്ഥ. നമ്മുടെ താടിയെല്ലിന്റെ താഴെ കഴുത്തിലെ വലിയ നരമ്പുകളൊക്കെ തുടിക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ലേ? ആ ഭാഗത്താണ് ഇതുണ്ടാവുക. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കഴുത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. കഴുത്തിന്റെ രണ്ട് ഭാഗത്തും ഒരേ സമയം ഈ മസാജ് ചെയ്യുകയാണെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെടാം, തലക്കറക്കവും ബോധക്ഷയം വരെ സംഭവിക്കാം. ഇനി കരോട്ടിഡ് സൈനസ് മസാജ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നേരെ മലർന്ന് കിടക്കുക. കഴുത്തിലെ പേശികളൊക്കെ ലൂസായി നിൽക്കാനായിട്ട് തലേണ ഒഴിവാക്കണം. അതിനുശേഷം കഴുത്തിലെ നരമ്പ് തുടിക്കുന്ന ഭാഗം നമ്മൾ കണ്ടെത്തുക. താടിയെല്ലിന് താഴെയായിട്ട് കൈ വിരൽ വെച്ചിട്ട് മിടിപ്പ് അഥവാ പൾസ് അനുഭവപ്പെടുന്ന ഭാഗം കണ്ടെത്തുക. അതിനുശേഷം കഴുത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് മസാജ് ചെയ്യുക. ഇതുപോലെ ഒരു 5 മുതൽ 10 സെക്കൻഡ് വരെ പതുക്കെ അമർത്തിയിട്ടാണ് ഈ മസാജ് ചെയ്യേണ്ടത്. ഈ തടവലാണ്, ഈ സമ്മർദ്ദമാണ് വാഗസ് നാഡിയെ ഉണർത്തുന്നത്. അതുവഴി ഹൃദയമിടിപ്പ് കുറക്കുന്നത്. ഈ തടവൽ ചെയ്യുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിടാതെ ഒന്ന് ബലം പിടിക്കുന്നത് നന്നായിരിക്കും. ഇത് ഹൃദയമിടിപ്പ് കുറക്കാനുള്ള ശരീരത്തിന്റെ ശ്രമത്തെ ഇരട്ടിയാക്കുകയാണ്. 65 വയസ്സിന് മുകളിലുള്ളവർ കഴിയുന്നതും ഇത് ചെയ്യാതിരിക്കുക. കാരണം പ്രായമായവരുടെ കഴുത്തിലെ രക്തധമനികൾക്കകത്ത് ചിലപ്പോൾ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അവർ ഈ മസാജ് ചെയ്യുന്ന സമയത്ത് ഈ കൊഴുപ്പ് പാളികൾ ചിലപ്പോൾ അടർന്നു പോയി സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുൻപേ സ്ട്രോക്ക് വന്ന വ്യക്തികളാണെങ്കിലും ഈ മസാജ് ചെയ്യാതിരിക്കുക. പലപ്പോഴും അവരുടെ രക്തധമനികൾ ദുർബലമായിരിക്കും. ഏറ്റവും പ്രധാന കാര്യം, മസാജ് ആവർത്തിച്ച് ചെയ്തിട്ടും മാറ്റം വരുന്നില്ലെങ്കിൽ നിർത്തുക. കാരണം അമിതമായിട്ട് ഇത് അമർത്തുന്നത് ഹൃദയമിടിപ്പ് വല്ലാത്ത രീതിയിൽ കുറയാൻ കാരണമായേക്കാം. ഇനി ഈ മസാജ് ചെയ്ത് നമ്മുടെ മിടിപ്പ് നോർമൽ ആയിട്ടുണ്ടെങ്കിൽ ശാന്തമായിട്ട് വിശ്രമിക്കുക. പെട്ടെന്ന് എഴുന്നേക്കരുത്. കാരണം പെട്ടെന്ന് എണീക്കുകയാണെങ്കിൽ ചിലപ്പോൾ BP കുറയാൻ സാധ്യതയുണ്ട്. നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ കരോട്ടിഡ് സൈനസ് മസാജ് ചെയ്തിട്ടും മിടിപ്പ് കുറഞ്ഞിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തണം. ഇതൊരു ഫസ്റ്റ് എയ്ഡ് ചികിത്സ മാത്രമാണ്. മാത്രമല്ല മിടിപ്പിനൊപ്പം നെഞ്ചുവേദനയോ ബോധക്ഷമയോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം.